എരുമേലിയിൽ പേട്ട തുള്ളുന്നത് എന്തിന്? വളരെ കൃത്യമായ കാര്യകാരണ സഹിതമായി പുസ്തകങ്ങളിലും രേഖകളിലും ഐതിഹ്യത്തിലും പുരാണത്തിലുമൊക്കെ കിടക്കുമ്പോൾ അതിനെ മറ്റു രീതിയിലുള്ള വേട്ടക്കാരനാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ളവർ പറയുമ്പോൾ അതിൽ മറ്റജണ്ടകൾ ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി ഹിന്ദു സമൂഹം, ഹിന്ദു സമാജം അന്വേഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നടത്തേണ്ടതുണ്ട്. അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള IPS കിട്ടിയിട്ടുള്ള ഒരു സെലിബ്രിറ്റി മോഡിലുള്ള ഒരു ആൾ കേരളത്തിൻ്റെ ഹിന്ദു സമാജങ്ങളിലും ഹിന്ദു ക്ഷേത്രങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ പോവും, പള്ളികളിലും മോസ്കുകളിലും ചർച്ചുകളിലും എല്ലാം പോവും. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വരുന്ന, ഇപ്പം മോസ്കിലൊന്നും അങ്ങനെ പോയി പറയാൻ പറ്റത്തില്ല, പിന്നെ ചർച്ചിലും പരിമിതിയുണ്ട്, ഏറ്റവും കൂടുതൽ പോകുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളിലാണ്. നന്നായി സാമ്പത്തികം കിട്ടുന്നുണ്ട്, അതിലൊരു യാതൊരു സങ്കടവുമില്ല, അസൂയയും ഒന്നും കുശുമ്പോ ഒന്നും ഉണ്ടല്ല പറയുന്നത്. ഞാനും പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുന്ന ആളാണ് പലതരത്തിൽ, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. യൂട്യൂബിൽ ധാരാളം വീഡിയോസ് വരാറുണ്ട്. ആ അത്തരത്തിലുള്ള വീഡിയോസിന് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായി പറയുന്ന വീഡിയോസിന് നല്ല റീച്ച് കിട്ടുന്നു. അങ്ങനെ നിരവധി വീഡിയോസിൽ ചാനലുകളിൽ അദ്ദേഹം വന്നിരിക്കുന്നു. അതുകൊണ്ടൊരു സ്പെസിഫിക് ചാനലാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ചാനലല്ല, അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് മാനേജർ മാത്രമാണ്. എന്നാൽ അദ്ദേഹം പച്ചയ്ക്ക് കള്ളം പറയുമ്പോൾ, നുണകൾ പറയുമ്പോൾ, പെരുന്നുണകൾ പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാനൊന്നും നമ്മൾ ആളല്ല. കാരണം അദ്ദേഹത്തിൻ്റെ അറിവ് എവിടെ നിൽക്കുന്നു, നമ്മളുടെ അറിവ് എവിടെ നിൽക്കുന്നു. എന്തായാലും ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും ഇന്ത്യൻ ആത്മീയതയുടെ വിവിധ തലങ്ങളെക്കുറിച്ചുമൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പല വീഡിയോസും പല കാര്യങ്ങളും എനിക്ക് പലരും അയച്ചു തരുന്നു. അതിൽ ഹിന്ദു സമാജത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ അയച്ചു തരുന്ന വീഡിയോസിൽ ചില അബദ്ധ പഞ്ചാംഗങ്ങൾ ഈ അലക്സാണ്ടർ ജേക്കബ് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട അബദ്ധ പഞ്ചാംഗമാണ് എരുമേലി പേട്ട തുള്ളലുമായി ബന്ധപ്പെടുത്തി. അദ്ദേഹം പറയുന്നത് വേട്ട കഴിഞ്ഞ് വരുമ്പോൾ സന്തോഷത്തിന് വേണ്ടി തുള്ളുന്നതാണ് എരുമേലി, പേട്ടയല്ല വേട്ടയാണ്. എരുമേലി വേട്ട തുള്ളലാണ്. ഏത് ചരിത്രരേഖയാണ് അദ്ദേഹത്തെ കൊണ്ട് ഇത് പറയിക്കുന്നതെന്ന് അദ്ദേഹം അതുകൂടി സോഴ്സ് കൂടി വിട്ടാൽ നന്നായിരുന്നു. അങ്ങനെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിരുപാധികം മാപ്പ് പറഞ്ഞ് പിൻവലിക്കുന്നതാണ്. അദ്ദേഹം ഈ പേട്ടയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ വെള്ളനാട് രാമചന്ദ്രനെ പോലെയുള്ള ചരിത്ര പുസ്തകങ്ങൾ എഴുതുന്ന, ധാരാളം പ്രാദേശിക ചരിത്രങ്ങൾ എഴുതുന്ന, അത് ആത്മീയതയാകട്ടെ സ്ഥലനാമങ്ങളാകട്ടെ പ്രാദേശിക ചരിത്രം നന്നായി എഴുതുന്ന വെള്ളനാട് രാമചന്ദ്രനെ പോലെയുള്ളവരുടെ പുസ്തകങ്ങളും അതിനെ പിടർന്നുള്ള മതിലകൻ രേഖകളും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കാനും അതിൻ്റെ വിവരങ്ങൾ എടുക്കാനും ഒക്കെ ശ്രമിക്കുകയാണേ. ഞാനല്ലാതെ ആധികാരികമായി ഞാൻ പറയുകയല്ല, പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അറിവിലേക്ക്, അലക്സാണ്ടർ ജേക്കബിന്റെ അറിവിലേക്ക് പറയുന്നു, കേരളത്തിൽ എത്ര പേട്ടയുണ്ടെന്നറിയാമോ? മിനിമം താങ്കൾ മതിലകം രേഖകളെങ്കിലും ഒന്ന് വായിക്കണ്ടേ? ഇനി അതിന് പറ്റിയില്ലെങ്കിൽ ശബ്ദധാരാവലി 2 പതിപ്പ് കിട്ടുമല്ലോ. ശബ്ദധാരാവലി 98,000 വാക്കുകളുള്ള പഴയ പതിപ്പ് കിട്ടുമല്ലോ, ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എഴുതിയിട്ടുള്ള. അതുപോലെ തന്നെ അതിന്റെ 1,03,000 വാക്കുകളുള്ള പരിഷ്കരിച്ച പതിപ്പ് കിട്ടുമല്ലോ. അപ്പൊ ശബ്ദധാരാവലി ഒന്ന് നോക്കുന്നത് നല്ലതല്ലേ? അതുപോലെ മതിലകം രേഖകൾ ഒന്ന് അകനാനൂറും പുറനാനൂറും ഒക്കെ നോക്കുന്നത് വളരെ നല്ലതല്ലേ? എത്ര പേട്ടയുണ്ടെന്നറിയാവോ? അനന്തൻ പേട്ട, തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിന് പറഞ്ഞിരുന്ന മറ്റൊരു പേരാണ് അനന്തപുരം പേട്ട. പേട്ട എന്നാൽ ആളുകൾ ഒത്തുകൂടി കച്ചവടം ചെയ്യുന്ന സ്ഥലം. അതുപോലെ തന്നെ തിരുമുദ്രപ്പേട്ട, അതായിരുന്നു നമ്മുടെ ഇന്നത്തെ പേട്ട റെയിൽവേ സ്റ്റേഷൻ. തിരുവനന്തപുരത്ത് വരുന്നവർക്ക് പേട്ട റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞേ തിരുവനന്തപുരത്ത് വരാൻ കഴിയുള്ളൂ. അത് തിരുമുദ്രപ്പേട്ടയായിരുന്നു. നെടുമങ്ങാട് പേട്ടയുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ മതിലകൻ രേഖകളിലും മാർത്താണ്ഡവർമ്മയുടെ കാലത്തുമൊക്കെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചുള്ള രേഖകളുണ്ട്. കുരുമുളക് കച്ചവടമായിരുന്നു വളരെ പ്രധാനം. 5 തെങ്ങ് കോട്ടയിലേക്ക് എത്തിച്ച് കുരുമുളക് നെടുമങ്ങാട് പേട്ടയിൽ നിന്ന് കുരുമുളക് 5 തെങ്ങ് കോട്ടയിൽ എത്തിച്ചതിന് ശേഷം കണക്ക് വെച്ച് കല്ല് വെച്ച തോക്ക് അല്ലെങ്കിൽ പീരങ്കി വാങ്ങണം, അതായത് കൊണ്ടുപോകുന്ന കുരുമുളകിന് കണക്കാക്കി അവിടെ നിന്ന് പീരങ്കി വാങ്ങണമെന്ന് രാജകാലത്ത് എഴുതിയിരുത്തിട്ടായി പറയുന്നു. അത് ഇങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങൾ ഉള്ളതാണ് ഈ നമ്മുടെ പേട്ട എന്നുള്ളത്. എരുമേലിയിലെ പേട്ട തുള്ളൽ എന്ന് പറഞ്ഞാൽ എരുമേലിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലം ഉണ്ട്. അതായത് എരുമേലിപ്പേട്ട എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കച്ചവടത്തിന്റെ, ആ കാലഘട്ടത്തിന്റെ കച്ചവടത്തിന്റെ കേന്ദ്രമാണ്. അവിടെ എങ്ങനെ തുള്ളൽ വന്നു,
തുള്ളലും വേട്ടക്കാരുമായ ഒരു ബന്ധമില്ല. കാട്ടിൽ പോയി ആളുകൾ വേട്ടയാടിക്കൊണ്ട് എരുമേലിയിൽ വന്ന് തുള്ളിയിട്ട് പോകും എന്നൊക്കെ അലക്സാണ്ടർ ജേക്കബ് സാർ പറയുമ്പോൾ അതിലൊരു വേട്ടക്കാരന്റെ ഹിന്ദു മതത്തെയും ഹിന്ദു സമാജത്തിനെയും വേട്ടയാടാനുള്ള ഒരു വേട്ടക്കാരന്റെ കൗശലമുണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ഒരുപാട് പേർക്ക് സംശയമുണ്ടെന്ന് എന്നോട് പറയുക ചെയ്യുമ്പോൾ അതുകൂടി ചേർത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. എങ്ങനെയാണ് ഇന്ത്യയിൽ ഭാരതത്തിൽ ഈ വിജയദശമി ആഘോഷിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ പൂജ വയ്ക്കുന്നത്, പൂജ എടുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾ തോറ്റം പാട്ടുകൾ വരുന്നത്, അതുപോലെ ദാരികാതിഗ്രഹം വരുന്നത്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആത്മീയ വിശ്വാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അസുരന്മാരും ദേവന്മാരും. ഈ അസുരന്മാരുടെ ദേവന്മാരുടെ അസുരഗണം ദേവഗണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മനുഷ്യരെ തന്നെ തിരിക്കാറുണ്ട്. യവൻ അസുരൻ, അല്ലെങ്കിൽ യവൻ അസുര വിത്ത്, യവൻ കുഴപ്പമുള്ളവനാണ്, യവൻ ദേവൻ, യവൻ കൊളാം എന്ന് പറഞ്ഞു. അത് മനസ്സിന്റെ രണ്ട് ചിന്തകളാണ് അസുരന്മാരെന്നും ദേവന്മാരെന്നും ആത്മീയമായി പറയുമ്പോൾ. പുരാണത്തിലൂടെ ചിന്തിക്കുമ്പോൾ അസുരന്മാരുണ്ടായിരുന്നു, ദേവന്മാരുണ്ടായിരുന്നു, ദേവലോകമുണ്ടായിരുന്നു. അത് പുരാണത്തിലൂടെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ, ആത്മീയ തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മനസ്സിലെ രണ്ടവസ്ഥകളാണ്, ഒന്ന് അസുര ഗുണവും ഒന്ന് ദേവഗുണവും. അതിന്റെ പിന്നെ ബാക്കി ബൈഫർക്കേഷൻസ് ആണ് മനുഷ്യന്റെ മനസ്സുമായി അങ്ങനെ പറയാറുണ്ട്. ഭൗതികമായി പറയുമ്പോഴാണ് ഈ രാജാക്കന്മാരുടെ കാര്യവും അവരുടെ കുലവും മറ്റു കാര്യം. അപ്പോ ഇന്ത്യയിലെ ആത്മീയത 4 തലത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്, 4 സ്ട്രീമുകളിലാണ്. ഇത് പലതിലേക്ക് ഞാൻ പറഞ്ഞു ഉറപ്പിച്ചിട്ടുണ്ട്, വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു വരുന്നത് ഹിന്ദു സമാജക്കാർ ഇത് ശ്രദ്ധിച്ചു തന്നെ പോണം. ഒന്നെന്ന് പറയുന്നത് ദൈവികമായ കാര്യങ്ങൾ, അതിൽ ദൈവം, ദേവി, വിഷ്ണു, മഹേശ്വരൻ, പിന്നെ വിഷ്ണു, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, ശാക്തിക ശക്തികൾ എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആ ഒരു വലിയ ദൈവികമായ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ കെട്ടുന്ന ഒരു മാർഗം. രണ്ടാമതാണ് ആത്മീയം. ഞാൻ പറഞ്ഞല്ലോ, ഏത് കാര്യം പറഞ്ഞാലും മനുഷ്യന്റെ മനസ്സിനെയും ശരീരത്തെയും ജീവനെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന ചില കഥകൾ, ചില കോറിലേഷൻസ്. അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള കോറിലേഷൻസ് ഉണ്ട്. ഭൗതികമായി ജീവിച്ചിരുന്നു, രാമൻ ജീവിച്ചിരുന്നു, കൃഷ്ണൻ ജീവിച്ചിരുന്നു, അയോധ്യ ഉണ്ടായിരുന്നു, മധുര ഉണ്ടായിരുന്നു എന്നുള്ള വളരെ ഭൗതികമായിട്ടുള്ള ചില ചിന്തകൾ. അതുപോലെ തന്നെ യോഗാസനത്തിൽ വരുന്ന യോഗ രീതികൾ വരുന്ന ചിന്തകൾ. ഇങ്ങനെ 4 ധാരയിലൂടെയാണ് ഭാരതം പോകുന്നത്. പേട്ട തുള്ളിയിരുന്നത് ശബരിമല അയ്യപ്പൻ, അല്ലെങ്കിൽ മണികണ്ഠനും അയ്യപ്പനും ആരായാലും അദ്ദേഹം, അല്ലെങ്കിൽ ആ ദേവൻ, അല്ലെങ്കിൽ ദേവതാ സമ്പ്രദായത്തിലെ ആ ദേവൻ മഹിഷി എന്ന് പറഞ്ഞാൽ മഹിഷാസുരന്റെ സഹോദരിയായിട്ടുള്ള ഒരുപാട് ത്രിലോകങ്ങളെയും മുച്ചൂട് മുടിക്കാൻ നടക്കുന്ന മഹിഷിയെ, ചിലപ്പോൾ അത് കാമക്രോധ ലോഭവയ ആത്മീയതലത്തിൽ ചിന്തിക്കുമ്പോൾ അങ്ങനത്തെ ചിന്തകളായിരിക്കും. എന്തായാലും അതിനെ നശിപ്പിക്കുന്നതിന്റെ, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച്, മഹിഷിയെ നശിപ്പിച്ച്, ആ തിന്മയെ നശിപ്പിച്ച് നന്മ തേടുന്നതിന്റെ വിജയാഘോഷമാണ് പേട്ടതുള്ളൽ. അത് എരുമേലിപ്പേട്ടയിലാണ് നടക്കുന്നത്. ആലങ്ങാട് കുടുംബക്കാരും അമ്പലപ്പുഴ കുടുംബക്കാരും വന്നാണ് അവിടെ ചെയ്യുന്നത്. അതോടൊപ്പം പഴയ തലമുറയിൽപ്പെട്ട അവിടുത്തെ പ്രാദേശിക ആളുകളും മലയരയന്മാരുടെ സംവിധാനവും അവിടെ ഉണ്ടായിരുന്ന പ്രാദേശിക ആളുകളും ഇത് തുള്ളും. 3 കൂട്ടർക്ക് അവകാശമുണ്ട്. അമ്പലപ്പുഴ സംഘത്തിന് അവകാശമുണ്ട്, ആലങ്ങാട് സംഘത്തിനും അവകാശമുണ്ട്. അത് ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനമായി അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അരയന്മാരും മറവന്മാരും അല്ലെങ്കിൽ മറ്റ് വിഭാഗക്കാർക്കുമെല്ലാം അതിൽ അവകാശമുണ്ട്, അല്ലെങ്കിൽ അവരും തുള്ളിയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സരസ്വതി പൂജ നടത്തുന്നത് പോലെ, ദീപാവലി നടത്തുന്നത് പോലെ, അതുപോലെ തന്നെ ഈ പൂജകളെല്ലാം ചെയ്യുന്ന പോലെ നന്മയുടെ അംശങ്ങൾ തിന്മയെ കൊന്നിട്ട് നന്മയെ എടുക്കുന്നതിന്റെ വിജയാഘോഷമായി എരുമേലിപ്പേട്ടയിൽ നടക്കുന്ന പേട്ടതുള്ളലിനെ വേട്ടക്കാരുടെ വേട്ടതുള്ളലാക്കി അവതരിപ്പിക്കുമ്പോൾ എന്ത് വേട്ടയാണ് അലക്സാണ്ടർ ജേക്കബ് അവർകൾ ആഗ്രഹിക്കുന്നതെന്ന് കൂടി പറയണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ രേഖകളുണ്ടെങ്കിൽ അതുകൂടി അദ്ദേഹം പുറത്ത് വിടണം. കാരണം ഇപ്പോൾ അടുത്തയിടെയായി അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വളരെ കോൺട്രവേഴ്സിയാണ്. അത് ഹിന്ദു സമാജത്തിൽ വലിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുന്ന ക്ഷേത്രക്കാരാകട്ടെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്ന ചാനലുകളാകട്ടെ, എല്ലാവരും ഈ പറയുന്ന സോഴ്സ് കൂടി ഒന്ന് പറയണേ. വിളിക്കരുതെന്നല്ല, പറയണേ.